ഹായ് എവരി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ലിങ്കേജ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ് വെച്ചിട്ട് ഒരു പ്രോബ്ലം ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ദ ഓൺലി ഡിഫറൻസ് ഈസ് ഇൻ ദി കേസ് ഓഫ് ദി ഇക്വേഷൻ ദാറ്റ് വി ആർ യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ക്ലസ്റ്റേഴ്സ് അല്ലേ. ആ ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ടാണ് ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഒന്ന് മിനിമം ആണ്, ഒന്ന് മാക്സിമം ആണ് ബിറ്റ്വീൻ രണ്ട് ക്ലസ്റ്റേഴ്സ് തമ്മിൽ. ഓക്കെ, അതായിരുന്നു നമ്മളുടെ ക്ലസ്റ്ററിങ്ങിൻ്റെ അഗ്ലോമറേറ്റീവിൻ്റെ ഒരു സിംഗിൾ ലിങ്കേജ് ക്ലസ്റ്ററിങ് ആകുമ്പോൾ നമ്മൾ മിനിമം ആണ് യൂസ് ചെയ്യുന്നത്. രണ്ട് ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ആ രണ്ട് ക്ലസ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള അല്ലെങ്കിൽ ആ രണ്ട് ക്ലസ്റ്റേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള രണ്ട് ഡാറ്റ ഐറ്റംസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്തുനിന്ന് നിങ്ങളോട് ചോദിക്കുന്നത് ഡെൻഡോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനും അത് ഏത് മെത്തേഡ് വെച്ചിട്ട് ചെയ്യണം എന്ന് സ്പെസിഫൈ ആയിട്ട് ചോദിച്ചിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങളോട് മെത്തേഡ് ചോദിച്ചിട്ടില്ല, ഡെൻഡോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക യൂസിങ് അഗ്ലോമറേറ്റീവ് മെത്തേഡ് എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ലിങ്കേജ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്ങിൻ്റെ, അതായത് ഫസ്റ്റ് ആ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞില്ലേ, അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഇൻ കേസ് നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്ങിൻ്റെ ആണ് അഗ്ലോമറേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ, സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിൽ, യു ഷുഡ് ഡു അബൌട്ട് കംപ്ലീറ്റ് ലിങ്കേജ് ഹൈറാർക്കിക്കൽ ക്ലസ്റ്ററിങ്. ദെൻ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, എങ്ങനെയാണ് ഒരു ഡാറ്റാ സെറ്റ് തന്നിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ലിങ്കേജ് പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു സിംഗിൾ ലിങ്കേജ് സെയിം പ്രൊസീജിയറൊക്കെ തന്നെയാണ്, ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടി ആ പ്രോബ്ലത്തിലൂടെ ഒന്നുകൂടി പോയി നോക്കാം. ഇത് വർക്കൗട്ട് ചെയ്യണം, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വേഗം സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈനലി ഡെൻഡോഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം, അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ആദ്യം ഒരു ഡാറ്റാ സെറ്റ് തന്നിട്ടുണ്ടാകും. ഇതുപോലെ ഒരു തന്നിട്ടുണ്ടാവും മെട്രിക്സും ഡിസ്റ്റൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ക്ലസ്റ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മെട്രിക്സിൻ്റെ ഫോമിലാണ്. സോ നമുക്ക് മെട്രിക്സും തന്നിട്ടുണ്ടാവും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ലിങ്കേജ് ക്ലസ്റ്ററിങ് അൽഗോരിതം അല്ലെങ്കിൽ ക്ലസ്റ്ററിങ് മെത്തേഡ് വഴിയാണ് ക്ലസ്റ്ററിങ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സിംഗിൾ ലിങ്കേജ് ആയത് കാരണം നമ്മളതിൻ്റെ ഡിസ്റ്റൻസ് ആദ്യം തന്നെ എഴുതി വെക്കാം. മിനിമം ഫോർമുലയാണ് അതിനുള്ളത്. ഡിസ്റ്റൻസ് ഓഫ് എ ബി എന്ന് പറയുന്ന, അല്ലെങ്കിൽ രണ്ട് ക്ലസ്റ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു മിനിമം ഓഫ് ഡിസ്റ്റൻസ് ഓഫ് എക്സ് കോമ വൈ. എക്സ് എന്ന് പറയുന്നത് എയിലുള്ള എലമെൻറ്റും ഡാറ്റ ഐറ്റമും, വൈ എന്ന് പറയുന്നത് ബിയിലുള്ള ഡാറ്റ ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആ ഒരു അൽഗോരിതം, ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? ആദ്യം നമ്മൾ ആ തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റിനെ അഗ്ലോമറേറ്റീവ് ആണ് അല്ലേ. ഡാറ്റാ സെറ്റിനെ ഓരോന്നിനെയും ഓരോ എലമെൻറ്റിനെയും നമ്മൾ ഓരോ ക്ലസ്റ്റർ ആക്കിയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. പിന്നെ നമ്മൾ മെർജ് ചെയ്താണ് കൊണ്ടുപോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ ഡാറ്റകളെല്ലാം നമ്മൾ ഇൻഡിവിജ്വൽ ക്ലസ്റ്റർ ആക്കി അല്ലെങ്കിൽ സിംഗിൾട്ടൺ സെറ്റുകളാക്കി അല്ല. ഒരു ഐറ്റം ഉള്ള ഒരു സെറ്റിനെ നമ്മൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത് ഒരൊറ്റ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ. സോ C1 എന്ന് പറയുന്ന ആ ക്ലസ്റ്ററുകളുടെ ഒരു സെറ്റ് എന്തായി? A B C D E എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റേഴ്സിനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ആ തന്നിരിക്കുന്ന ഇതനുസരിച്ച് ഇപ്പം നിങ്ങളുടെ ഒരൊറ്റ ഇതിൻ്റെ ABCDE എന്നുള്ളത് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവുന്നത്. നമ്മൾ അതിനെടുത്തിട്ട് മെട്രിക്സിൻ്റെ ഫോമിലാക്കിയിട്ട് ഏതൊക്കെ ആ ക്ലസ്റ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതി. ഓക്കെ, ക്ലസ്റ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതി ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ആരൊക്കെയാണ് മെർജ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അതായത് ഏതൊക്കെ ക്ലസ്റ്ററുകളാണ് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്, ഏതൊക്കെ ക്ലസ്റ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് മിനിമം വാല്യൂ ഉള്ളത്, അത് നമ്മളുടെ മെട്രിക്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു മെട്രിക്സിലേക്ക് നോക്കുക, ഇതിൽ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഏതൊക്കെ ക്ലസ്റ്ററുകൾ തമ്മിലാണ്? ഇവിടെ ഒരു ഇ ഉണ്ട്. ഈ ഇ എന്ന് പറയുന്നതും CE അല്ലേ, 2 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലുള്ളതാണ്? ഇയും സിയും. ഓക്കെ, ഓൾസോ ഇവിടെയും അതന്നെ സെയിം ക്ലസ്റ്റർ തന്നെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, സിയും ഇയും. ഓക്കെ, അപ്പം ഈ 2 വാല്യൂ, ഈ രണ്ട് 2. ഓക്കെ, അപ്പം 2 ആണ് നമ്മളുടെ മിനിമം ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ സീനെയും ഈനെയും കൂടി അങ്ങനെ മെർജ് ചെയ്യാം. അതിനെ മെർജ് ചെയ്തിട്ട് നമ്മൾ എന്താക്കും? ഒരൊറ്റ ക്ലസ്റ്റർ ആക്കും. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ഇതിനങ്ങോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് പുതിയ സെറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ് ആരൊക്കെയായി? എയും ബിയും ഡിയും പിന്നെ CE എന്ന് പറയുന്ന ഒരൊറ്റ ക്ലസ്റ്ററും. ഓക്കെ, ഇനി നമ്മൾ ആ ക്ലസ്റ്ററുകൾ ഇതേപോലെ ഇനിയാണ് നമ്മൾ ഡിസ്റ്റൻസ് കാണുന്നത് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് കാണുന്നത്? അടുത്തത് ആരെയാണ് മെർജ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ
വീണ്ടും ഇതിൻ്റെ ഡിസ്റ്റൻസ് കാണുവാണ്. അതായത് ഓരോ ക്ലസ്റ്ററും CE എന്ന് പറയുന്നത് ബാക്കിയുള്ള ഓരോ ക്ലസ്റ്ററുകളിലേക്കുമുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ സിംഗിൾ ലിങ്കേജ് ക്ലസ്റ്ററിങ് വഴി മിനിമം ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം CE എന്ന് പറയുന്നത് എയിലേക്കും CE എന്ന് പറയുന്നത് ബിയിലേക്കും CE എന്ന് പറയുന്നത് ഡിയിലേക്കും. ഓക്കെ, അങ്ങനെ ഈ 3 ക്ലസ്റ്റേഴ്സ് ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ എന്താണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? മിനിമം ആണ് കേട്ടോ. അപ്പോൾ ഇത് മാക്സ് അല്ല, ഇവിടെ മിനിമം ആണ്. ഓക്കെ, ഇവിടെ മിനിമം ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, 11ൻ്റെയും 3ൻ്റെയും മിനിമം 3. ഓക്കെ, അപ്പം മിനിമം കാണാൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് CAയിലേക്കും എന്താണ് സി എന്ന് പറയുന്നത് രണ്ട് സെറ്റുകളാണ് ഉള്ളത്. സോ CDയിലേക്കും ആൻഡ് Dയിലേക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിസ്റ്റൻസ് ഓരോന്നിനെയും, പിന്നെ CBയിലേക്കും EBയിലേക്കും ഉള്ളത്, ദെൻ CAയിലേക്കും EAയിലേക്കും ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് കാണാം. അതിൻ്റെ എന്ത് കാണണം? മിനിമം കാണണം. അപ്പോൾ നമുക്ക് 378 എന്ന് പറയുന്ന ഒരു എന്ത് കിട്ടും? മിനിമം ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ മിനിമമാണ്, അതായത് നമ്മൾ എഴുതേണ്ടത് നമ്മളുടെ ആ ഒരു മെട്രിക്സിൽ ഈ സിയും ഇയും ബാക്കിയുള്ള എല്ലാത്തിലേക്കുമുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇനി എഴുതണ്ടേ. അതാണ് C എന്ന് പറയുന്നത് എയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ. ഇവിടെ ഉണ്ട് C എന്ന് പറയുന്നത് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? C എന്ന് പറയുന്നത് എയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്. അപ്പോൾ 3 എന്ന് എഴുതി. ദെൻ CE ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 7 ആണ്. സോ CE ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 7 എന്ന് എഴുതി. CE ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 8 ആണ്. CE എന്ന് പറയുന്നത് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് 8 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് എല്ലാം നമ്മൾ മെട്രിക്സിൽ എഴുതി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആ മെട്രിക്സ് റീകൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, റീകൺസ്ട്രക്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പുതിയ ആ ഒരു ഇത് വെച്ചിട്ട് പുതിയ ഒരു മെട്രിക്സ് നമുക്ക് കിട്ടി അല്ലേ. അടുത്തത് ഇനി ആരെയാണ് നമുക്ക് മെർജ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ മെട്രിക്സ് നോക്കിയിട്ടാണ്. ആ മെട്രിക്സിൽ ഏറ്റവും അടുത്തിരിക്കുന്നത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും മിനിമം വാല്യൂ ഇതിൽ ആരാണുള്ളത്. നമ്മളിപ്പം ഈ കണ്ടുപിടിച്ചിരിക്കുന്ന അനുസരിച്ച് ഇതിനെല്ലാം ഓരോ ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ഈ മെട്രിക്സിൻ്റെ ഫോമിൽ എഴുതുക അല്ലേ. അപ്പോൾ CEAയിലേക്കുള്ളത് CEBയിലേക്കുള്ളത്, അപ്പോൾ താഴത്തുള്ള എല്ലാ റോയും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് നമുക്കൊരു പുതിയ ക്ലസ്റ്ററിൻ്റെ എന്ത് കിട്ടി? മെട്രിക്സ് കിട്ടി. ആ മെട്രിക്സിൽ ഏറ്റവും മിനിമം വാല്യൂ ഉള്ളത് ആരാണ്? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 3 ആണ് അല്ലേ. ഈ മെട്രിക്സിൽ ഏറ്റവും ചെറിയ വാല്യൂ ഉള്ളത് 3 ആണ്. 3 എന്ന് പറയുന്നത് CEAയിലേക്കും A എന്ന് പറയുന്നത് CEയിലേക്കുള്ളത് അല്ലേ. ഇതാണ്. അപ്പം Cയും Eയും എയുമാണ് നമ്മൾ ഇനി മെർജ് ചെയ്യേണ്ടത്, അടുത്തതായിട്ട് മെർജ് ചെയ്യേണ്ടത്. അപ്പോൾ മെർജ് ചെയ്യേണ്ടത് എപ്പോഴും മിനിമം ഡിസ്റ്റൻസ് ഉള്ളതാണ്. അതും ഈ ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? ആ ഒരു വീണ്ടും നമ്മളുടെ മെട്രിക്സ് റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ആ ഡിസ്റ്റൻസിന് മെട്രിക്സിൻ്റെ ഉള്ളിൽ ഓരോ ക്ലസ്റ്റേഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന് എഴുതാൻ വേണ്ടിയിട്ടാണ്. അത് ഡിസ്റ്റൻസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് എന്താവുന്നത്? പുതിയ മെട്രിക്സിൽ, അതായത് ഓരോ ക്ലസ്റ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടെത്തുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇതിൽ മിനിമം നോക്കിയിട്ട് ആരൊക്കെയാണ് അടുത്തത് എന്ത് ചെയ്യേണ്ടത്? മെർജ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മെർജ് ചെയ്യുകയാണ്. മെർജ് ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം വാല്യൂ എത്രയായിരുന്നു? 3 എന്ന് പറഞ്ഞ് നമ്മൾ ആ മെട്രിക്സിൽ കണ്ടു. അതിനുശേഷം അപ്പോൾ എന്തായി? പുതിയ സെറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? AC ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ACE ആണ് മിനിമം ആയിട്ടുള്ള ഒരു വാല്യൂ ഉള്ളത് നമ്മൾ മെട്രിക്സിൽ കണ്ടത്. അപ്പോൾ ACEനെ നമ്മൾ പുതിയ ഒരു ക്ലസ്റ്ററാക്കി. പിന്നെ ബിയും ഡിയും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തതുപോലെ ഇതിലുള്ള ഓരോ ACE ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ACE ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ്, ആ 2 ക്ലസ്റ്ററുകളും അത് അടുത്ത ക്ലസ്റ്റർ ഗ്രൂപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓരോ ക്ലസ്റ്ററുകളിലുള്ള ഡാറ്റ ഐറ്റംസ് അടുത്ത ക്ലസ്റ്ററിലുള്ള ഡാറ്റ ഐറ്റമുമായിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ACE ഉണ്ട്. ബിയിലേക്ക് കൊടുക്കുമ്പം ABയിലേക്ക്, CBയിലേക്ക്, EBയിലേക്ക് അതിൻ്റെയൊക്കെ എന്ത് വരും? മിനിമം വരും അല്ലേ. അതിൻ്റെയൊക്കെ മിനിമം വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓരോന്നിനെയും. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ AB, CB, EB അല്ലേ, അതിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് നോക്കുക. അപ്പം 9, 7, 10 ഇതിൻ്റെ മിനിമം വാല്യൂ എത്രയാണ്? 7 ആണ്. അടുത്തത് AD, CD ആൻഡ് ED അതിൻ്റെ മിനിമം വാല്യൂ എത്രയാണ്? 6, 9, 8 6. ഓക്കെ, അപ്പം ഇനി ACEയും Bയും D എന്ന് പറയുന്നത് നമ്മളിനി എന്ത് ചെയ്യണം? ഈ പുതിയ മെട്രിക്സിൽ കൊണ്ടുവന്ന് എഴുതണം.
ഓക്കെ. അപ്പം എ സി ഇ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എ സി ഇ ബിയിലേക്കുള്ളത് 7 ആണ്. ഓക്കെ, എ സി ഇ ബിയിലേക്കുള്ളത് നമ്മൾ 7 ഇവിടെ എഴുതി. പിന്നെ എ സി ഇ ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ്. എ സി ഇ ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് 6 ആണ്. പിന്നെ എ സി ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് 0. ഓക്കെ, അപ്പോൾ നമ്മളത് എടുത്ത് എഴുതി. അപ്പോൾ നമുക്ക് പുതിയൊരു മെട്രിക്സ് ഫോമിൽ നമുക്ക് കിട്ടി. ഇതിൽ ആർക്കാണ് ഏറ്റവും മിനിമം വാല്യൂ നമ്മൾ നോക്കുന്നു. ഏറ്റവും മിനിമം വാല്യൂ 5 ആണ്. അപ്പോൾ 5 എന്ന് പറയുന്നത് ഡിയും ബിയും അല്ലേ. അപ്പോൾ നമുക്ക് ബിയിനെയും ഡിയിനെയുമാണ് അടുത്തതായിട്ട് മെർജ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബിയിനെയും ഡിയിനെയും അടുത്തതായിട്ട് മെർജ് ചെയ്യുന്നു. അപ്പോൾ നമ്മളെ പുതിയ സെറ്റ് ഓഫ് ക്ലസ്റ്റേഴ്സ് ആരൊക്കെയായി? എ സി ഇയും ബി ഡിയും ആയി. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഇതും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഗ്രൂപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, അതിൻ്റെ മിനിമം കണ്ടുപിടിക്കണം. ഇത് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ലിങ്കേജ് ക്ലസ്റ്ററിങ്ങിലും ചെയ്തത് കേട്ടോ. സെയിം ആണ്, മിനിമം ഉള്ളിടത്ത് മാക്സിമം ആണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് ബിയിലേക്ക്, എ എന്ന് പറയുന്നത് ഡിയിലേക്ക്, അങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. ഇവിടെ നോക്കുക, ഓരോന്നും മിനിമം ഇതിൽ ഓരോ ഉള്ള എലമെൻസും അടുത്ത ക്ലസ്റ്ററിലുള്ള എലമെൻസുമായിട്ട് മിനിമം കണ്ടുപിടിക്കുക. അതിലെ മിനിമം വാല്യൂ നമുക്ക് എന്ത് വരും? 6 വരുന്നു. ഓക്കെ, അപ്പോൾ ഒറ്റ വാല്യൂ ആയി. അപ്പോൾ നമ്മൾ അതിനെ എഴുതുന്ന സമയത്ത് എന്തായി? ഇത് തമ്മിലുള്ള രണ്ട് ക്ലസ്റ്ററുകളും കൂടി നമ്മൾ എന്തായി ഉള്ള ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 6 കിട്ടി. ഓക്കെ, ഇനിയാണ് നമ്മൾ അതിൻ്റെ എന്ത് വരയ്ക്കാൻ പോകുന്നത്? ഡെൻഡോഗ്രാം വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ കഴിഞ്ഞു അല്ലേ, ഈ രണ്ടും കൂടി ഒന്നായി, ബിയും ഡിയും ഒന്നായി. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസ് കാണുമ്പോൾ പിന്നെ നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പം അടുത്തതായിട്ട് ഒബവിയസ്ലി നമുക്ക് വരിക എ സി ഇ ബി ഡി എന്നൊക്കെ കൂടെ ഒരുമിച്ച് ക്ലസ്റ്റർ ചെയ്യാനാണ്. അപ്പോൾ നമുക്കതിൻ്റെ എന്ത് എഴുതാം? ഡെൻഡോഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ ആരെയാണ് മെർജ് ചെയ്തത്? ആദ്യമായിട്ട് നമ്മൾ മെർജ് ചെയ്തത് സിഇനെയാണ് അല്ലേ. സിഇ ആണെന്നാണ് എൻ്റെ ഓർമ്മ. സിഇനെയാണ് ആദ്യമായിട്ട് മെർജ് ചെയ്തത്. അതിനുശേഷം ഏറ്റവും മിനിമം വാല്യൂ സി എടുത്തു. അതിനുശേഷം നമ്മൾ മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് പുതിയ മെട്രിക്സ് ഉണ്ടാക്കി. പുതിയ മെട്രിക്സിൽ നിന്ന് നമ്മൾ നോക്കുമ്പം അതിലെ മിനിമം വാല്യൂ എയും സിഇയും ആയിരുന്നു. അപ്പോൾ എ സി എയും ഈ സിഇനും കൂടി നമ്മൾ മെർജ് ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടത് എന്താണ്? ബി ഡി എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ആയിരുന്നു. ബി ഡി ക്ലസ്റ്റർ ചെയ്തു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഇത്രയും കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ഇത്രയും ഇതിൻ്റെ മേലെ ആയിരിക്കണം അല്ലേ. ആദ്യം എ സി, അതിൻ്റെ മുകളിലായിരിക്കണം അടുത്ത ആൾ വരുന്നത്. ദെൻ അടുത്ത മുകളിലായിരിക്കണം അതിൻ്റെ അടുത്ത ആൾ വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ ഒരെല്ലാം ഒറ്റ ലെവലിൽ നിങ്ങൾ എഴുതരുത് കേട്ടോ. ഓക്കെ, അപ്പം കാരണം നമ്മൾ എയും സിയും ഇയും മെർജ് ചെയ്തതിന് ശേഷമാണ് ബി ഡി ചെയ്തത്. അപ്പോൾ ബി ഡീൻ്റെ ആ ഒരു സൈസ് എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുന്ന കുറച്ചും കൂടിയും വലുതാക്കിയിട്ട് വരക്കണം. അതിനുശേഷം ഈ എ സിയും ബിയും ഡിയും കൂടിയും എല്ലാം കൂടി നമ്മൾ കംപ്ലീറ്റ് ക്ലസ്റ്റർ ചെയ്തിട്ട് ഒരൊറ്റ ക്ലസ്റ്ററാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഡെൻഡോഗ്രാം കൺസ്ട്രക്ഷനാണ് ഫൈനൽ ആയിട്ടുള്ള നമ്മൾ വരുന്ന ഈ ഒരു എന്താണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു ഡെൻഡോഗ്രാം വരച്ചിട്ടാണ് നിങ്ങളത് ഫൈനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതന്നെയാണ് സെയിം കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതിൻ്റെ തന്നെ മറ്റേ ഒരു സിംഗിൾ ലിങ്കേജ് വെച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ഡിവിസീവ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഡിവിസീവ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഡിവിസീവ് അനാലിസിസ് ഞാൻ പറഞ്ഞു, നമ്മൾ ക്ലസ്റ്റർ ചെയ്യുന്നതിന് പകരം അഗ്ലോമറേറ്റീവ് ക്ലസ്റ്റർ ചെയ്യുന്നതിന് പകരം ഡിവൈഡ് ചെയ്ത് പോവുക ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഡിവിസീവ് അനാലിസിസ്, അതിന് അല്ലെങ്കിൽ ഡയാന എന്ന് നമ്മൾ പറയും. ഓക്കെ, ഡിവിസീവ് ഡയാന, DI സ്റ്റാൻഡ്സ് ഫോർ ഡിവിസീവ് ആൻഡ് ANA സ്റ്റാൻഡ്സ് ഫോർ അനാലിസിസ്. ഓക്കെ, ഇതിനെന്തെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് കിടക്കാം, എന്നിട്ട് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ഒരു അൽഗോരിതത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഓഫ് ക്ലസ്റ്ററിങ്ങിൽ ഓക്കെ ഡിവിസീവാണ്. നമ്മൾ ആരെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എന്താണ്? ആരൊക്കെയാണ് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റിംഗ് ആണ്, ഡിവിഷനാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആ പ്രോബ്ലം എങ്ങനെ തന്നിരിക്കുന്നു നോക്കാം. ആദ്യം ഒരു ഡാറ്റാ സെറ്റ് തന്നിട്ടുണ്ടാവും ആൻഡ് ഒരു മെട്രിക്സും തന്നിട്ടുണ്ടാവും. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി ഡിസ്റ്റൻസ് കാണിക്കുന്ന ഒരു മെട്രിക്സ് ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ ഡെൻഡോഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം.
ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ അഗ്ലോമറേറ്റീവിൽ ചെയ്തത് എല്ലാത്തിനെയും ഇൻഡിവിജ്വൽ ക്ലസ്റ്ററാക്കി അസ്യൂം ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ ഒരൊറ്റ ക്ലസ്റ്റർ ആക്കുന്നു എല്ലാവരെയും ഒരൊറ്റ ക്ലസ്റ്റർ ആക്കുന്നു. എന്നിട്ട് നമ്മളുടെ എന്താണ്, നമുക്കിനി ഇതിൽ ആരെയാണ് അടുത്ത CI എന്ന് പറയുന്നതിനെ CL എന്ന് പറയുന്നതാണ് ഒരൊറ്റ ക്ലസ്റ്റർ ഇനീഷ്യൽ നമുക്കുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്കതിനെ നമ്മൾ റൈറ്റ് ചെയ്യാണ് CI എന്ന് പറയുന്നത് CL ആണ് അല്ലേ, CI CJ അല്ലേ. നമുക്ക് ഇനി എന്താണ്, ഈ CLനെ ഡിവൈഡ് ചെയ്ത് എഴുതണം. ഓക്കെ. അപ്പം 2 ക്ലസ്റ്ററുകളാവും, CI ആവും CJ ആവും. ഓക്കെ. അപ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒന്നിൽ കംപ്ലീറ്റ് ക്ലസ്റ്റേഴ്സ് ഉള്ളത് ബാക്കിയുള്ള ഇതിൽ നൾ ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സുമായിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. നമുക്കിനി അതിനെ ഡിവിഷൻ ചെയ്യണം. അപ്പോൾ ഇനീഷ്യൽ ഐട്രേഷൻ ആയിട്ട് വരുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഈ തന്നിരിക്കുന്നതിൽ ആവറേജ് ഡിസിമിലാരിറ്റി ഓഫ് ദി ഒബ്ജക്ട്സ് ഇൻ CIയിലുള്ള എല്ലാ ഒബ്ജക്ട്സിൻ്റെയും ആവറേജ് ഡിസിമിലാരിറ്റി കാണുന്നു. അതായത് ഇവിടെയുള്ള ഡിസ്റ്റൻസുകളുടെ എല്ലാം നമ്മൾ എന്ത് കാണുന്നു, ആവറേജ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഒരു ഒബ്ജക്റ്റ് ബാക്കിയുള്ള എല്ലാവരുമായിട്ട് നമ്മൾ ഇതിൽ ഒരു സെറ്റിന് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡാറ്റ ഐറ്റത്തിന് എടുക്കുന്നു. ആ ഡാറ്റ ഐറ്റം ബാക്കിയുള്ള എത്ര എലമെൻറ്റ്സ് ഉണ്ട്, A ആണ് എടുക്കുന്നതെങ്കിൽ BCDE ബാക്കിയുള്ള 4 ഡാറ്റ ഐറ്റമുമായിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസിമിലാരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ABയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെട്രിക്സിൽ നോക്കിയാൽ കിട്ടും. ACയിലേക്കുള്ള ഡിസ്റ്റൻസ് AD AE എന്ന് പറയുന്നത്. ഓക്കെ. അതിലേക്കുള്ള ആവറേജ് ഡിസിമിലാരിറ്റി ഡിവൈഡ് ബൈ 4 വെച്ചിട്ട് നമുക്ക് 7.25 എന്ന് വരും. ഓക്കെ. സോ ഇതേപോലെ ഇപ്പം ഇത് എയിലേക്കാണ്, ബാക്കിയുള്ള ഐറ്റംസിലേക്കാണ്. അതേപോലെ ഈ ഒരു ക്ലസ്റ്ററിൽ ആരൊക്കെ ഉള്ളത്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്. ഓക്കെ. അപ്പോൾ BAയിലേക്ക്, BCയിലേക്ക്, BDയിലേക്ക്, BEയിലേക്ക്. ഓക്കെ. അതാണ് Bൻ്റെ ആവറേജ് ഡിസിമിലാരിറ്റി എന്ന് പറയുന്നത്. Cൻ്റെ ആവറേജ് ഡിസിമിലാരിറ്റി എന്ന് പറയുന്നത് എന്താവും, C ബാക്കിയുള്ള എല്ലാ ഡാറ്റ ഐറ്റംസുമായിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ മെട്രിക്സിൽ നോക്കിയിട്ട് നമ്മൾ എഴുതുക. എന്നിട്ട് അതിൻ്റെ ആവറേജ് ഡിവൈഡഡ് ബൈ 4 കാണുമ്പോൾ ഓരോ ഡാറ്റ ഐറ്റത്തിൻ്റെയും നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഹയ്യസ്റ്റ് വാല്യൂ ഏതാണെന്ന് നമ്മൾ നോക്കും. ഓക്കെ. അപ്പോൾ ഡിസിമിലാരിറ്റിയിൽ ഒരു ഹയ്യസ്റ്റ് വാല്യൂ കിട്ടി, അതാണ് 7.75 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 2 7.75 ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒന്നിനെ ആർബിട്രറി ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ Bനെ സെലക്ട് ചെയ്തിട്ട് ആ വലിയ വാല്യൂ ഉള്ളതിനെ നമ്മൾ എന്താക്കുന്നു, അടുത്ത ഒരു ക്ലസ്റ്റർ നമ്മൾ ആർബിട്രറി CI എന്ന് പറയുന്നതിലാണ് എല്ലാം ഉള്ളത് എന്ന് പറഞ്ഞു. CJ എന്ന് പറയുന്നതിനെ നമ്മൾ നള്ളാക്കിയിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ Bനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലസ്റ്ററിലേക്കാണ്ട് കൊടുക്കും. ഓക്കെ. അപ്പം ഈ ക്ലസ്റ്റർ ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റായിട്ട് ബാക്കി എന്താവും, ഇനി മുതൽ അവിടെ ഉള്ളത് ACDE ആണ്. ഓക്കെ. നമ്മൾ B ഉള്ളത് വേറൊരു ക്ലസ്റ്ററിലാണ്. അപ്പം അങ്ങനെ 2 ക്ലസ്റ്ററുകളാവും. ഓക്കെ. അപ്പോൾ 2 ക്ലസ്റ്ററുകളാണ് ചെയ്യുന്നത്. അപ്പോൾ CIയിൽ ACDEയും CIയിൽ ACDEയും CJയിൽ Bയും വരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് 2 ക്ലസ്റ്ററുകളായി. ഇനി നമ്മൾ ബാക്കിയുള്ള ഐട്രേഷൻസ് ചെയ്യണം. സെക്കൻഡ് ഐട്രേഷൻ, ഫസ്റ്റ് ഐട്രേഷനാണിത്. അപ്പോൾ രണ്ടാമത്തേത് എങ്ങനെയായിരിക്കും ചെയ്യേണ്ടി വരിക, ഇതിപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിയുള്ള എല്ലാ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യണം. രണ്ടാമത്തെ ഐട്രേഷനിൽ എന്താ വരുന്നത്, സെക്കൻഡ് ഐട്രേഷൻ എന്ന് പറയുന്നത് ആവറേജ് നമ്മളിപ്പം രണ്ടാമത്തെ ഓരോന്നും കണ്ടുപിടിച്ചില്ലേ, 4 എലമെൻറ്റ്സ് ഉണ്ടായപ്പോൾ ഒരു എലമെൻ്റ് എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സിലേക്കും അതിനുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ആവറേജ് ഡിസിമിലാരിറ്റി എന്ന് പറഞ്ഞത്. ഇപ്പം നമുക്ക് എത്ര ക്ലസ്റ്ററുകളുണ്ട്, 2 ക്ലസ്റ്ററുകളുണ്ട്. ആ 2 ക്ലസ്റ്ററുകളെയും എലമെൻറ്റ്സ് എടുക്കുമ്പോൾ എന്താണ് ACDE എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ എടുക്കുന്നു, ACയിലേക്കുള്ള, ADയിലേക്കുള്ളത്, AEയിലേക്കുള്ള. ഓക്കെ. അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ ആ മെട്രിക്സിൽ നോക്കിയിട്ട് അതിൻ്റെ ഇപ്പോൾ എത്രയാണ് 3 ഡിസ്റ്റൻസ് വരിക, അപ്പോൾ ഡിവൈഡഡ് ബൈ 3 മൈനസ്. ഓക്കെ. മൈനസ് എന്നാണ് വരുന്നത് D ഇൻറ്റു അടുത്ത ക്ലസ്റ്റർ എന്ന് പറയുന്നത് എയിലേക്ക് ഒരു ആ ക്ലസ്റ്ററിൻ്റെ തന്നെ. പിന്നെ അടുത്ത നമ്മളുടെ ക്ലസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, B ആണ്. ഓക്കെ. അപ്പം ഈ A എന്ന് പറയുന്നത് Bയിലേക്കുള്ളത്. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് രണ്ടാമത്തെ ഐട്രേഷനിൽ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു അൽഗോരിതം എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. ഓക്കെ. ആദ്യം ഡിവിസീവ് അനാലിസിസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ക്ലസ്റ്ററിനെ CL എന്ന് പറയുന്ന ക്ലസ്റ്ററിനെ ഇമാജിൻ ചെയ്യുക. എല്ലാ ഡാറ്റ ഐറ്റംസിനെ നമ്മൾ ഒരൊറ്റ ക്ലസ്റ്റർ ആക്കണു.
എന്നിട്ട് രണ്ട് CI CJ എന്ന് പറയുന്ന രണ്ട് ക്ലസ്റ്റേഴ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം. ഒന്നിൽ നമുക്ക് അതിനെ 5 എന്നാക്കാം, ബാക്കിയുള്ളതിനെ എല്ലാത്തിനും എടുത്തിട്ട് ഒന്നിലേക്ക് വിടാം. ഓക്കെ, അപ്പം ഈ CIയിലുള്ള ഓരോ ഒബ്ജക്റ്റിനെയും ഫസ്റ്റ് ഐട്രേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഐട്രേഷനാണ്. ഓക്കെ, സ്റ്റെപ്പ് 3ൽ തരുന്നത് 2 ഐട്രേഷനാണ്. ആ ഒരു എലമെൻറ്റ് ബാക്കി എല്ലാ എലമെൻറ്റ്സിലേക്കുള്ള അല്ലെങ്കിൽ ബാക്കി അതർ ഒബ്ജക്ട്സിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അതാണ് ആവറേജ് ഡിസബിലാരിറ്റി നമ്മൾ കണ്ടുപിടിച്ചത്. സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിൽ തന്നെ രണ്ടാമത്തെ ഐട്രേഷൻസ് ഇനി എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ കമ്പ്യൂട്ട് ചെയ്യണം. DX കമ്പ്യൂട്ട് ചെയ്യണം. DX മീൻസ് ഒരു എന്താണ് നമ്മളെ ക്ലസ്റ്ററിലുള്ള ഒരു ഐറ്റം അല്ലേ, X എന്ന് പറയുന്ന ഐറ്റം, അതിൻ്റെ ആവറേജ് ഡിസിമിലാരിറ്റി അല്ലെങ്കിൽ ആവറേജ് ഡിസ്റ്റൻസ് മൈനസ് ആവറേജ് ഓഫ് 2 ക്ലസ്റ്റേഴ്സായി അവിടെ അല്ലേ. ആദ്യത്തെ ഈ ഒരു ഐട്രേഷൻ ഫസ്റ്റ് ഐട്രേഷൻ ചെയ്യുമ്പം നമുക്ക് എന്താവും, ഒരു ക്ലസ്റ്ററിനേക്കാളും രണ്ടാമത്തെ ക്ലസ്റ്ററും കിട്ടും. അപ്പം ആ ഒരു എലമെൻ്റ് എടുത്തിട്ട് ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റ് X എന്ന് പറയുന്ന ആദ്യത്തെ ഒരു എലമെൻ്റ് എടുത്തിട്ട് അത് ഫസ്റ്റ് ക്ലസ്റ്റർ CI എന്ന് പറയുന്ന ക്ലസ്റ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് നമ്മൾ ആ മെട്രിക്സിൽ നോക്കിയാൽ കിട്ടും. CIയിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരുമായിട്ടുള്ള ഡിസ്റ്റൻസ് മൈനസ് ആ അതേ എലമെൻ്റ് തന്നെ എന്താണ് CJയിലുള്ള എലമെൻ്റ് ആരാണോ ഉള്ളത് അയാളുമായിട്ടുള്ള ഡിസ്റ്റൻസ്. അതാണ് രണ്ടാമത്തെ ഐട്രേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ക്ലസ്റ്ററുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഐട്രേഷൻസ് ആണ് ഡിവിസീവ് അനാലിസിസിലുള്ളത്. ഡിവിസീവ് അനാലിസിസ് ഫസ്റ്റ് ഐട്രേഷനിൽ നമുക്കൊന്നുമില്ല അല്ലേ, ഒരൊറ്റ സെറ്റാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുക്കുക, എന്നിട്ട് അത് ബാക്കിയുള്ള എലമെൻറ്റ്സുമായിട്ടുള്ള ആവറേജ് ഡിസിമിലാരിറ്റി കാണുക. അതേപോലെ എല്ലാ എലമെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആവറേജ് ഡിസിമിലാരിറ്റി കാണുക. അതിൽ നമുക്ക് ഏറ്റവും വലിയ വാല്യൂ ഉള്ളത് ആരെയാണോ അയാളെ നമുക്ക് അടുത്ത ക്ലസ്റ്ററിലേക്ക് അല്ലേ, പുതിയൊരു ക്ലസ്റ്റർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റാം. ഓക്കെ, അങ്ങനെ മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് 2 ക്ലസ്റ്ററുകളായി. അങ്ങനെ മാറ്റിക്കഴിയുമ്പോഴാണ് നമ്മൾ അടുത്ത ഐട്രേഷൻ തുടങ്ങുന്നത്. അടുത്ത ഐട്രേഷൻ എന്ന് പറയുമ്പം അവിടെയാണ് നമ്മൾ DX അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന ഒരു മാക്സ് ഡിസ്റ്റൻസ് നമ്മളവിടെ കണ്ടുപിടിക്കുന്നത്, ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് നമ്മളവിടെ കണ്ടുപിടിക്കുന്നത് ബാക്കിയുള്ള ഐട്രേഷനുകളിൽ. ഓക്കെ, സോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ക്ലസ്റ്ററുകളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ X ഈ എലമെൻറ്റ് അല്ലേ, X എന്ന് പറയുന്നത് ഇവിടെയുള്ള എലമെൻസുമായിട്ടുള്ള ഡിസ്റ്റൻസും അതേ X ബാക്കിയുള്ള രണ്ടാമത്തെ ക്ലസ്റ്ററിലെ എല്ലാ എലമെൻസുമായിട്ടുള്ള ഡിസ്റ്റൻസുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം അടുത്ത സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഫസ്റ്റ് ഐട്രേഷനിൽ നമ്മളതിനെ രണ്ടാമത്തതിലേക്ക് കൊണ്ടുപോയി റിമൈനിങ് ഐട്രേഷനിൽ നമ്മൾ എന്താണ് എവിടെയാണോ ലാർജസ്റ്റ് ഉള്ളത് നമ്മൾ ഈ നേരത്തെ ചെയ്തില്ല അതേപോലെ തന്നെ ലാർജസ്റ്റ് ഉള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ ക്ലസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ 3 കാണുന്ന 3B 4B എന്ന് പറയുന്ന സ്റ്റെപ്സ് നെഗറ്റീവ് ആവുന്നത് വരെയാണ് നമ്മളിത് ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ കാണുന്ന എല്ലാ DX നെഗറ്റീവ് ആവുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്പ്ലിറ്റിങ് നിർത്താം. ഓക്കെ, എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന വാല്യൂ വെച്ചിട്ട് നമ്മൾ ഡെൻഡോഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പ്രോബ്ലം നോക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു ഡയമീറ്റർ ഉണ്ട്. ഓക്കെ, സെലക്ട് ദി സ്മോളർ ക്ലസ്റ്റർ വിത്ത് ദി ലാർജസ്റ്റ് ഡയാമീറ്റർ. ഓക്കെ, ലാർജസ്റ്റ് ഡയാമീറ്റർ ഉള്ള ക്ലസ്റ്ററിനെ സെലക്ട് ചെയ്യുന്നു. ആ ക്ലസ്റ്ററിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുക സ്റ്റെപ്സ് 1 to 5 വെച്ചിട്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലത്തിൽ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഡിവിസീവ് അനാലിസിസ് വെച്ചിട്ട് ചെയ്യാൻ പറയുമ്പം സ്റ്റെപ്സുകൾ ഇതേപോലെ നിങ്ങൾ എഴുതണം. ബൈ ഹാർട്ട് ഒന്നും ചെയ്യരുത്, മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റെപ്പുകൾ 1 by 1 ആയിട്ട് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പം റിപ്പീറ്റ് സ്റ്റെപ്പ് 6 അൺടിൽ ആൾ ക്ലസ്റ്റേഴ്സ് കണ്ടെയ്ൻ ഓൺലി സിംഗിൾ ഒബ്ജക്റ്റ്. ഓക്കെ, നമ്മളെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് ഒറ്റ ഒബ്ജക്റ്റ് ഉള്ളൊരു ക്ലസ്റ്റർ ആക്കുക എന്ന് പറയുന്നതിലേക്കാണ് എത്തേണ്ടത്. ദെൻ അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളെവിടെ വരെയായിരുന്നു, ആവറേജ് ഡിസിമിലാരിറ്റി കണ്ടു. അതിൽ ഏറ്റവും വാല്യൂ ഉള്ളതിന് അടുത്ത ഒരു ക്ലസ്റ്റർ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് വിട്ടു. അതിനുശേഷം രണ്ടാമത്തെ ഐട്രേഷനിൽ എന്താണ്, അപ്പോൾ 2 ക്ലസ്റ്റേഴ്സായി. ഓക്കെ, 2 ക്ലസ്റ്റേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലസ്റ്ററിലുള്ള എലമെൻറ്റും രണ്ടാമത്തെ ക്ലസ്റ്ററിലുള്ള എലമെൻസിൻ്റെ ഡിസ്റ്റൻസ് മൈനസ് രണ്ടാമത്തെ ക്ലസ്റ്ററിലുള്ള എലമെൻറ്റുമായിട്ടുള്ള അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ അതിൽ നെഗറ്റീവ് വാല്യൂസ് ഒക്കെ വരും. ഓക്കെ, ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ഇവിടെ -2.33 -2.33 പിന്നെ പോസിറ്റീവ് പിന്നെ 0 എന്ന് പറയുന്നതാണ്. അപ്പം എല്ലാം നെഗറ്റീവ് ആവുന്നത് വരെയാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഇതിലുള്ള ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്ന് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ഐട്രേഷനിൽ കിട്ടുമ്പോൾ അതിലുള്ള ആരാണ്, D ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡീന് എന്ത് ചെയ്യും,
ഡി മീൻസ് സ്മോൾ ലെറ്റർ ഡി, ബാക്കിയുള്ള എല്ലാ എലമെൻസുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡി എന്ന് പറയുന്നതിനെ ജെയിലേക്ക് ആഡ് ചെയ്യണം. ജെയിലിപ്പോൾ ഓൾറെഡി സി ജെ എന്ന് പറയുന്ന ക്ലസ്റ്ററിൽ ഇപ്പോൾ ഓൾറെഡി ആരുണ്ട്, ബി ഉണ്ട്. ഓക്കെ, ബിയിൽ നിന്ന് ഡീനെയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ക്ലസ്റ്റർ ഫോമായി അല്ലേ, സ്പ്ലിറ്റ് ആയിട്ടുള്ള ക്ലസ്റ്റർ ഫോമായി, എ സി ഇയും ബി ഡിയും. ഓക്കെ, ദെൻ തേർഡ് ഐട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് വീണ്ടും ചെയ്യുക. എന്താണ് ചെയ്യാനുള്ളത്, ഈ രണ്ട് ക്ലസ്റ്ററുകൾ തമ്മിലുള്ള, നമ്മൾ ആദ്യം ഒരൊറ്റ ക്ലസ്റ്റർ ആയിരുന്നു അല്ലേ, അവിടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടാൽ മതി. എപ്പോഴാണ് നമ്മൾ ഐട്രേഷന് ശേഷം, ഫസ്റ്റ് ഐട്രേഷന് ശേഷം രണ്ടാമതൊരു ക്ലസ്റ്റർ ഉണ്ടായത്, അതിലൊരു ഡാറ്റ ഐറ്റം ആഡ് ആയത്, അപ്പം മുതൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ക്ലസ്റ്ററും ഈ രണ്ടാമത്തെ ക്ലസ്റ്ററും അല്ലേ, ആദ്യം ഒരു ക്ലസ്റ്റർ നമുക്കില്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ഐട്രേഷൻ മുതൽ രണ്ട് ക്ലസ്റ്റർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള എലമെൻസും പിന്നെ ഇതിലുള്ള എലമെൻസുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ പിന്നെ എപ്പോഴും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ തേർഡ് ഐട്രേഷനിൽ എന്ത് വരും, ഇതേപോലെ ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ്, ഇപ്പം ഇവിടെ എന്താണ്, ഈ ഫസ്റ്റ് ക്ലസ്റ്ററിൽ 3 എലമെൻറ്റ്, രണ്ടാമത്തെ ക്ലസ്റ്ററിൽ 2 എലമെൻറ്റ്. അപ്പം എ എന്ന് പറയുന്നത് എ സി എയിലേക്ക് ഡിവൈഡഡ് ബൈ 2 അല്ലേ, 2 ഡിസ്റ്റൻസാണ് വരുന്നത്, ഡിവൈഡഡ് ബൈ 2 മൈനസ് എ എന്ന് പറയുന്നത് എ ബി എ ഡിയിലേക്ക്, എ ബിയും എ ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെട്രിക്സ് നോക്കി കണ്ടുപിടിക്കുക. ദെൻ അതെന്താണ്, മൈനസ് ആണ് ചെയ്യുന്നത് കേട്ടോ, മൈനസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 2 ക്ലസ്റ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്ലസ്റ്ററിന് മുന്നേ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു അതിലുള്ള എലമെൻറ്റ്സ് മാത്രമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂസ് എന്ന് നോക്കും. ഓക്കെ, ഇതിലിപ്പം എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ സോ വി സ്റ്റോപ്പ് ഫ്രം ഫോം ദി ക്ലസ്റ്റേഴ്സ് സി ഐ ആൻഡ് സി ജെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, സി ഐയും സി ജെയും ക്ലസ്റ്റർ ഫോം ചെയ്യുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യുന്നത് നോക്കാം. ഇനി സി ഐയിൽ നിന്ന് സി ജെയിലേക്ക് ഒന്നും പോകാനില്ല. ഓക്കെ, സി ഐയിൽ നിന്ന് നമ്മൾ ആ ഒരു പ്രൊസീജിയർ നിർത്തണം എന്ന് എപ്പോഴാണ് പറഞ്ഞത്, അതിൻ്റെ വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ ഇനി അങ്ങോട്ട് സി ഐയിൽ നിന്ന് സി ജെയിലേക്കോ അല്ലെങ്കിൽ സി ജെ എന്ന് പറയുന്ന ക്ലസ്റ്റർ വേറെ ഫോം ചെയ്യാനില്ല. ഇനി നമുക്ക് ഇതേ ചെയ്തതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സി ഐ എന്ന് പറയുന്ന ക്ലസ്റ്റർ എടുത്ത് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു ആവറേജ് ഡിസിമിലാരിറ്റി, ഇതിലിപ്പം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സി ഐ എന്ന് പറയുന്നതിന് ഒറ്റ ക്ലസ്റ്റർ, അതിനി നമുക്ക് അതിൻ്റെ ഒരു എലമെൻ്റ് എടുത്തിട്ട് ബാക്കിയുള്ള 2 എലമെൻസുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഏറ്റവും വലിയ വാല്യൂ ഉള്ള ആളെ വേറൊരു ക്ലസ്റ്റർ ആക്കിയിട്ട് മാറ്റണം. ഓക്കെ, വേറൊരു ക്ലസ്റ്റർ ആക്കിയിട്ട് മാറ്റണം. നേരത്തെ നമ്മൾ ഇനീഷ്യലി ചെയ്ത സെയിം പ്രൊസീജിയർ നമ്മൾ ഒന്നും കൂടിയും നമുക്ക് ഇതിനെല്ലാം ഒരൊറ്റ ക്ലസ്റ്റർ, ഒരു സിംഗിൾ ഐറ്റം ഉള്ള ഒരു ക്ലസ്റ്റർ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ. അപ്പോൾ അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഓരോന്നിനും നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിലുള്ള ഏറ്റവും നമ്മൾ ആവറേജ് ഡിസിമിലാരിറ്റി ഓരോ എലമെൻറ്റ് വെച്ചിട്ട് കാണുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് ആരാണ്, നമ്മളുടെ എ ആണ് അല്ലേ, എ ആണ്. അപ്പോൾ നമ്മൾ എനെ എന്ത് ചെയ്യും, സി ഇ എന്ന് പറയുന്ന ഒരു ക്ലസ്റ്ററും എ എന്ന് പറയുന്നത് വേറൊരു ക്ലസ്റ്ററുമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സി എന്ന് പറയുന്നത് ഇയിലേക്ക്, സി എന്ന് പറയുന്നത് എയിലേക്കുള്ള സി ഇ മൈനസ് സി എ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. എന്നിട്ട് എന്താണ്, അപ്പോൾ 2 ക്ലസ്റ്ററായി, നമ്മളവിടെ 2 ക്ലസ്റ്ററായി. അപ്പോൾ 3 ക്ലസ്റ്റേഴ്സ് നമ്മളിപ്പോൾ അവിടെ ഫോം ചെയ്തു അല്ലേ, സി ഇയും എയും ബി ഡിയും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിലുള്ള സി ഇ എന്ന് പറയുന്ന 2 എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ സി ഐൻ്റെ എന്ന് പറയുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് 2 ആണ് വരിക, സിയും ഇയും തമ്മിലുള്ളത്. സി കെ എന്ന് പറയുന്നത് ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ, സോ 0. സോ സി ജെ എന്ന് പറയുന്നത് ബിയും ഡിയും ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് ആരെയാണ്, അടുത്തത് ആരെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് നമുക്കറിയണം അല്ലേ. ആരെയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, സി ജെനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ വാല്യൂ 5 ആണുള്ളത്. സോ സി ജെനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. സി ജെനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ബി ഡിനെ നമ്മൾ ഇൻഡിവിജ്വൽ ക്ലസ്റ്റേഴ്സ് ആക്കി മാറ്റുന്നു. ബി ഡിനെ നമ്മൾ ഇൻഡിവിജ്വൽ ക്ലസ്റ്റേഴ്സ് ആക്കി, അതിനുശേഷം ഒബിയസ്ലി സി ഇ, ബാക്കിയുള്ള മറ്റേത് 0 അല്ലേ, സി ഇ എന്ന് പറയുന്നത് ഡയമീറ്റർ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഡയമീറ്റർ ആണ് എടുക്കുന്നത്. ഇങ്ങനെ 2 എലമെൻറ്റ്സ് മാത്രമായിട്ട് ചുരുങ്ങുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഡയമീറ്റർ എടുക്കുക എന്ന് പറയുമ്പോൾ തമ്മിലുള്ള ജസ്റ്റുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം അങ്ങനെ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണോ വരുന്നത് അതിനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് സി ഇനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പം എങ്ങനെയാണ് അതിന് സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയ എന്നുള്ളത്? ആദ്യം ABCDE, അതിനുശേഷം എന്താണ് നമ്മൾ ACE എന്ന് പറയുന്നതും BD എന്ന് പറയുന്നതും, ACED എന്ന് പറയുന്ന ഒന്നും B എന്ന് പറയുന്നത് വേറൊന്നും അല്ലേ, അങ്ങനെ ആയിരുന്നു. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരോന്നിൻ്റെയും ആവറേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ക്ലസ്റ്ററും ആ ക്ലസ്റ്ററിലുള്ളതും അടുത്ത ക്ലസ്റ്ററുമായിട്ടുള്ള ഡിസ്റ്റൻസുകൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ACE ആണ് പിന്നീട് ഉണ്ടായ ഒരു ഇതല്ലേ, ACE എന്ന് പറയുന്നതാണ് നമ്മളുടെ രണ്ടാമത്തെ, ACE എന്ന് പറയുന്നതാണ് നമ്മൾ രണ്ടാമത്തെ ക്ലസ്റ്റർ ഫോം ചെയ്തത്. മറ്റേ ക്ലസ്റ്റർ എന്ന് പറയുന്നത് BD ആയിരുന്നു അല്ലേ, അതിന് തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ എന്താണ് BD എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലസ്റ്ററുകളാണ് നമുക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ACEനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്തിട്ട് CEയും Aയും ആക്കുന്നു. അതിനുശേഷം CEനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, ആദ്യം BD കഴിഞ്ഞിട്ടാണ്, BD ആണ് അവിടെ ഡയമീറ്റർ 5 എന്ന് പറയുന്ന ഏറ്റവും വലിയ വാല്യൂ കിട്ടുന്നത് BDക്കല്ല. അപ്പോൾ BDനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ACനെ. അപ്പോൾ അത് ഓരോ ലെവലിലാക്കിയിട്ട് എഴുതണം, ഇതിങ്ങനെ ഒറ്റ ലെവലിൽ എഴുതരുത് കേട്ടോ. ആദ്യം ആരെയാണ് നമുക്ക് പ്രോഗ്രാം വൈസ് കിട്ടിയത് അതേപോലെ വേണം ചെയ്യാൻ. ആദ്യം BD, അതിന് താഴത്തെ ലെവലിലാണ് CEനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് ഡിവിസീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് പ്രോബ്ലം ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. സംഭവം സിമ്പിളാണ്. ഓക്കെ, സിമ്പിൾ ഉള്ള ഒരു ഇതാണ്, പക്ഷേ തെറ്റി പോകാൻ പാടില്ല. അപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് എന്തായിരുന്നു, ആദ്യമായിട്ട് നമ്മൾ ഒരൊറ്റ ക്ലസ്റ്റർ എടുത്തു, അതിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലുള്ള ആ എലമെൻറ്റിന് ബാക്കിയുള്ള എലമെൻറ്റ്സുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. അതിൽ ഏറ്റവും കൂടുതലുള്ള വാല്യൂവിന് എടുത്തിട്ട് നമ്മൾ രണ്ടാമത്തെ ക്ലസ്റ്റർ ഫോം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി ആഡ് ചെയ്തു. രണ്ടാമത്തെ ക്ലസ്റ്റർ കിട്ടുന്നത് മുതൽ ആ ക്ലസ്റ്ററും ആ രണ്ടാമത്തെ ക്ലസ്റ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മൈനസ് എന്ന് പറയുന്ന ആ ഒരു എന്താണ് ഒന്നിൽ, അതേ മൈനസ് ഇത് രണ്ടാമത്തെ ക്ലസ്റ്ററുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്ത് അതിനുള്ള വാല്യൂ ആർക്കാണോ കൂടുതൽ എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ പുതിയ ക്ലസ്റ്റർ ഫോം ചെയ്യുന്നു. എവിടെയാണോ ഇങ്ങനെ അടുത്ത ക്ലസ്റ്റർ ഫോം ചെയ്യാൻ പറ്റാത്തത്, ദാറ്റ് മീൻസ് ആർക്കൊക്കെയാണോ നെഗറ്റീവ് വാല്യൂസ് വരുന്നത്, എല്ലാം നെഗറ്റീവ് വാല്യൂസ് വരുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നു. സിയും ജെയും അല്ലേ ഉണ്ടാവുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യും. ഇനി നമുക്ക് വേറെ അടുത്ത ക്ലസ്റ്റർ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ CI എന്ന് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നു. CIനെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെയുള്ളതിനെ എന്ത് ചെയ്യാണ്, വീണ്ടും ഇതേപോലെ നമ്മൾ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം രണ്ടാമത് ഇനിയിപ്പോൾ ആരെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, CIനെയാണോ CJനെയാണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് എന്താണ്, മാക്സിമം ഓഫ് DAC, ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കുന്നത്. ഡയമീറ്റർ മീൻസ് മാക്സിമം ഓഫ് അതിലുള്ള ഓരോ എലമെൻറ്റ്സും, സിയിലുള്ളത് AEC എന്ന് പറയുന്ന ഓരോ എലമെൻറ്റ്സുമായിട്ടുള്ള എന്താണ് കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് നോക്കണം. അതിലുള്ള മാക്സിമം വാല്യൂ 11 ആണ്. അപ്പം നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ട ക്ലസ്റ്റർ ഡിവൈഡ് ചെയ്യാൻ, സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ക്ലസ്റ്റർ CI ആണ്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ CI എന്ന് വന്നത്. ഓക്കെ, അങ്ങനെയാണ് CI എന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്തത്. ഓക്കെ, ആദ്യം ആരെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ട് മുന്നത്തെ ഡയമീറ്റർ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡയമീറ്റർ വെച്ചിട്ട് നേരത്തെ ചെയ്തിരിക്കുന്ന സെയിം കാര്യങ്ങൾ നമ്മളൊന്നും കൂടി ചെയ്യാണ്. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ക്ലസ്റ്ററുകൾ വീണ്ടും ഫോം ചെയ്യാൻ പറ്റും. 3 ക്ലസ്റ്ററുകളിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഡയമീറ്റർ എടുക്കുമ്പോൾ, 3 ക്ലസ്റ്ററുകളുടെ ഡയമീറ്റർ എടുക്കുന്ന സമയത്ത് ആർക്കാണോ കൂടുതൽ വരുന്നത് അയാളെയാണ് അടുത്തതായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അല്ലേ. BDനെയാണ് കൂടുതൽ വാല്യൂ, അപ്പോൾ BDനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ CEനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അവിടെ എഴുതിയിട്ടില്ല എന്നുള്ളൂ. അതിനുശേഷം നമ്മൾ CEനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് എഴുതണം. എന്നിട്ട് ഡെൻഡോഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.